അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവ്. 9 വയസ്സുകാരുടെ 2 സഹോദരങ്ങളുടെയും ഫലം നെഗറ്റീവായി. അഞ്ജന സുകുമാരൻ ചെയ്യുന്നുണ്ട്. അഞ്ജന, എന്താണ് ഈ ഫലം വരുമ്പോഴുള്ള അവിടത്തേക്ക് ഉള്ള സ്ഥിതി? മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ? കൂടുതലായിട്ട് പരിശോധനകളൊക്കെ മറ്റിടങ്ങളിലൊക്കെ നടക്കുന്നുണ്ടോ? സജീഷ്, കഴിഞ്ഞ ദിവസം താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു കുട്ടി മരിച്ചത്. കുട്ടിയുടെ 2 സഹോദരങ്ങൾക്കും ഈ മസ്തിഷ്ക ജ്വരത്തിന് സമാനമായ ലക്ഷണങ്ങളോടെ അന്ന് തന്നെ കുട്ടി മരിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾക്കപ്പുറം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടികളെ 2 പേരെയും പ്രവേശിപ്പിച്ചിരുന്നു. അന്ന് അവർക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, നെഗറ്റീവ് ആയിരുന്നു ഫലം. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഇന്നലെയാണ് ഈ 2 സഹോദരങ്ങളെയും, കുട്ടിയുടെ ഇളയ സഹോദരനെയും മൂത്ത സഹോദരനെയും പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വീണ്ടും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ 2 പേരുടെയും സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇന്നലെ വന്ന ഫലത്തിൽ നെഗറ്റീവ് ആയിരുന്നു. ഇന്ന് കൂടുതൽ പരിശോധനകൾക്കായി വിദഗ്ധ സംഘം എത്തുകയും കുട്ടികളുടെ നട്ടലിൽ നിന്നുൾപ്പെടെ സ്രവം എടുത്തുകൊണ്ട് ഒരു പരിശോധന നടത്തുകയുമായിരുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2 ഫലവും നെഗറ്റീവ് ആണ് എന്നുള്ളതാണ് ആശ്വാസം. ഏതായാലും ഈ കുട്ടികൾ മരിച്ച കുട്ടിക്കൊപ്പം കുളത്തിൽ കുളിച്ചതായി കുട്ടിയുടെ വീട്ടുകാർ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ 2 പേരെയും ഏതായാലും മെഡിക്കൽ കോളേജിൽ വാർഡിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് താമരശ്ശേരി സ്വദേശിനിയായ 9 വയസ്സുകാരി മരണമടഞ്ഞത്. ശരി, അഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.